നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാ വർഷവും നെഹ്റു ട്രോഫി നടന്നു വരുന്നത്. അതൊരു നാടിൻ്റെ വികാരമാണ്. എന്നാൽ ഈ പ്രാവശ്യം അത് മാറ്റിവെക്കാൻ ഇടവന്ന സാഹചര്യം വയനാടിലുണ്ടായ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ ആ ദുരന്ത ഭൂമിയിൽ എല്ലാവരും കേന്ദ്രീകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി പോയ ഘട്ടത്തിൽ ആ നെഹ്റു ട്രോഫി നടത്തുന്നത് ശരിയല്ല എന്ന തോന്നലുള്ളതുകൊണ്ടാണ് അന്നത് മാറ്റിവെക്കാൻ ഇടവന്നത്. എന്നാൽ അനിശ്ചിതമായി അത് മാറ്റിവെക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ഓണത്തോടനുബന്ധിച്ച് അത് നടത്തണമെന്ന ആശയം ആലപ്പുഴയിലെയും കോട്ടയം പ്രദേശങ്ങളുമെല്ലാം ബോട്ട് ക്ലബ്ബുകാർ മുന്നോട്ട് വന്ന്, അതുപോലെ ജലോത്സവ പ്രേമികളും ആ രംഗത്ത് ആവശ്യങ്ങളുമായി മുന്നോട്ട് വന്നു. അതിനോട് യോജിക്കുകയാണ് ഞങ്ങളെല്ലാം. അത് നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അതൊരു വികാരമാണ്. കുട്ടനാടിൻ്റെയും ആലപ്പുഴയുടെയും അതുപോലെ കോട്ടയം ജില്ലയുടെ അപ്പർ കുട്ടനാട് മേഖലയുടെയും എല്ലാം ഒരു വികാരമാണ് ആ ജലോത്സവം. അതുകൊണ്ട് വയനാടിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായി ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് നീങ്ങിയ ഈ സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് ആ ജലോത്സവം നടത്തണമെന്ന ആശയം പൊതുവിൽ വന്നിരിക്കുന്നു, യോജിക്കുന്നു. അത് നടപ്പാക്കാം. ഗവൺമെൻറ് ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുമെന്ന് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വരും എന്നാണ് പ്രഖ്യാപനം. ഏറ്റവും ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചെന്നാണ് പുതിയ ആവശ്യം വന്നിരിക്കുന്നത്. കഴിയുന്നത്ര നേരത്തെ ഇനി നടത്താൻ വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് വരാൻ പൊതുവിൽ എല്ലാവരും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങളോട് ഗവൺമെൻറ് അനുകൂലമായി പ്രതികരിച്ചതിൻ്റെ സൂചനയാണ് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പ്രദേശത്തെ പ്രതിനിധികളെന്ന രൂപത്തിൽ ഞങ്ങളും ഈ കാര്യത്തിൽ ഒരു നാടിൻ്റെ വികാരം പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കാൻ ആ ജലോത്സവം നടക്കണം എന്ന് തന്നെ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കും. അതിന് സാധാരണഗതിയിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനായ ഒരു കമ്മിറ്റിയാണ് ആ ജലോത്സവത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക. അവിടുത്തെ ബോട്ട് ക്ലബ്ബുകളും ജലോത്സവ പ്രേമികളും എല്ലാം ചേർന്നുകൊണ്ടുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവയ്ക്കാൻ ആലപ്പുഴ കളക്ടറും ഒപ്പം ആലപ്പുഴ ജില്ലയിലെ ജനപ്രതിനിധികളും എല്ലാം ഉണ്ട്. അവരെല്ലാം ചേർന്ന് ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും. ഇന്നലെ ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്ന ഒരു ആത്മകഥ എഴുതുമെന്നാണ്. ഈ ആത്മകഥ എഴുതുന്നതോടുകൂടി EP എന്നൊരു തലയെടുപ്പുള്ള നേതാവ് രാഷ്ട്രീയത്തിൽ നിന്നും മാറുകയാണെന്നുള്ള ഒരു സൂചനയാണ് തരുന്നത്. അതെന്താണ് നമ്മൾ കാണാത്ത കഥ, എഴുതാത്ത കഥയെക്കുറിച്ച് ഞാനെന്ത് പറയാൻ? എഴുതാപ്പുറം വായിക്കാതെ. അപ്പോൾ EPയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും ആധികാരികമായി പാർട്ടി സെക്രട്ടറി പാർട്ടി നിലപാടുകൾ വ്യക്തമായി ഇന്നലെ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്ത് മറ്റൊന്നും എനിക്ക് പറയാനില്ല. കൊലപാതകം വരെ നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം തെളിവുകൾ സഹിതം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്താസമ്മേളനം. അതെ, ആരോണല്ലേ വരാതെ അന്വേഷിക്കട്ടെ, പരിശോധിക്കട്ടെ. ഇല്ല, അങ്ങനെയൊന്നും അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ ഉണ്ടാവും. ഏതൊക്കെയാണോ അത്, ഏതെങ്കിലും ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ ആ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ. പരിശോധിച്ചതിന് ശേഷമായിരിക്കും ആ കാര്യങ്ങളിലൊക്കെ നടപടി ഉണ്ടാകും. രാഷ്ട്രീയക്കാരുടെ അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോണുകൾ ചോർത്തുന്നു എന്നുള്ള ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതെ, അദ്ദേഹത്തിന്റെ ആരോപണമല്ലേ, അത് സംബന്ധിച്ച് പരിശോധിക്കുന്നല്ലേ പറഞ്ഞു. പരിശോധിക്കട്ടെ. RSSന്റെ ഏജന്റാണ് ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ആഭ്യന്തര വകുപ്പിന്റെ കൂടെ പരാജയം. അത് ഈ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം, ആർക്കും ആരെക്കുറിച്ചും. അത് തെളിയിക്കപ്പെടുമ്പോഴല്ലേ ആ അടിസ്ഥാനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വരട്ടെ, പരിശോധിക്കട്ടെ. നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ട്രാവൻകൂർ സിമെന്റ്സിന്റെ കാക്കാനുള്ള ഭൂമി വിൽക്കണമെന്ന് നേരത്തെ തീരുമാനിക്കുകയും ഒരു പ്രാവശ്യം വിൽക്കുകയും അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തതാണ്. ആ അഡ്വാൻസ് കൊടുത്തത് പിന്നെ വാങ്ങിയ കൂട്ടർ അതിൽ നിന്ന് പിന്മാറി. ആദ്യം കിൻഫ്ര ആയിരുന്നു, രണ്ടാമത് വീണ്ടും ഒരു ഏജൻസി വന്നു. ആ ഏജൻസിയും വിശ്വാസ്യതയില്ലാതായി മാറി. അതുകൊണ്ടാണ് നടക്കാതെ പോയത്. വിൽക്കാൻ തന്നെ തീരുമാനിച്ചത്. അത് തൊഴിലാളി സംഘടനകളും മാനേജ്മെൻറ്റും എല്ലാം ചേർന്ന് തീരുമാനിച്ചതാണ്.